ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസൈഡർ ബൈയിങ് സ്ട്രാറ്റജി. അത് ഇൻസൈഡർ ബൈയിങ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അറിയാത്തവർക്കായി ഞാൻ ഒന്ന് പറയാം. ഇൻസൈഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ, അതായത് കമ്പനിയുടെ CEO ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലിരിക്കുന്ന ഒരു ഡയറക്ടറോ അതുപോലെ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് തന്നെ ആവാം. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കമ്പനിയിലെ ഷെയർ വാങ്ങിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു മാറ്റം അത് ഭയങ്കര വലുതായിരിക്കും. അതായത് ഇവർ പലപ്പോഴും വാങ്ങിക്കുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന ന്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പാൻഷൻ, ഇതിന് എന്തെങ്കിലും ബേസിൽ കമ്പനിക്ക് നല്ലത് വരുന്നു എന്നറിഞ്ഞിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു ന്യൂസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഗുണം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇത് റീറ്റെയിൽ ട്രേഡർമാര് പലപ്പോഴും മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ബിഗ് പ്ലേയേഴ്സ് ഒന്നും മിസ്സാക്കാറും ഇല്ലാത്തൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീറ്റെയിൽ ട്രേഡർമാർക്ക് ഇതിനുള്ള ഒരു അനലിറ്റിക്സോ ഒരു ടൂൾസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ഇല്ല. അതായത് എവിടെയാണ്, ആരാണ്, എത്ര രൂപയ്ക്കാണ് ഷെയർസ് വാങ്ങുന്നത്, ഒരു ബൾക്ക് ഓർഡർ എടുക്കുന്നത് എന്നൊന്നും അറിയാനുള്ള സിറ്റുവേഷൻ ഇല്ല. ആ സമയത്താണ് നമുക്ക് ബ്രേക്ക് പോയിന്റ് ഉപകാരത്തിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക് പോയിന്റിൽ നമുക്ക് ഈ ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് ഉണ്ട്. സാധാരണയായി ഒരു ഇൻസൈഡർ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല ദിവസങ്ങളായിട്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ദിവസങ്ങളുടെ പാറ്റേൺസ് ട്രാക്ക് ചെയ്ത് അത് കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ബ്രേക്ക് പോയിന്റിലുള്ളത്. നമുക്ക് എങ്ങനെ ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് ബ്രേക്ക് പോയിന്റിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ബ്രേക്ക് പോയിന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്നൊരു സെക്ഷനാണ് ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഇവിടെ കാണിക്കുന്നത് ആരൊക്കെ എത്രയൊക്കെ ഷെയർ വാങ്ങിയെന്നും ഏത് കമ്പനിയിലാണ് വാങ്ങിയെന്നും ഉള്ള ഡീറ്റെയിൽസ് വരുന്നു. നമുക്ക് അനലിറ്റിക്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നു. അവിടെ ഏതെല്ലാം കമ്പനിയാണ് വാങ്ങിയെന്നും എത്ര കമ്പനികൾ വിറ്റു എന്നും അങ്ങനെയുള്ള ആരൊക്കെ വാങ്ങി, പ്രൊമോട്ടർ ഗ്രൂപ്പ് ആണോ വാങ്ങിയത്, ബൈ ആണോ സെൽ ആണോ ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇത് വീക്ക്ലി, ലാസ്റ്റ് ഒരു വീക്കിൽ വന്ന ഒരു